ഹായ്, നല്ല ഈസി ആയിട്ട് കുറച്ച് മാത്രം എണ്ണ യൂസ് ചെയ്ത് വെറും 2 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഒരുപാട് ഈ മാവ് അയച്ച് സോഫ്റ്റ് ആക്കി ഒന്നും വേണ്ട, അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 കപ്പാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെറു ചൂടുള്ള പാലിൽ ഈ ഒരു ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഡബിൾ സൈസ് ആയി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി വരുമ്പോൾ വേണം ഈ ഒരു മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിന് പകരമായിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാവ് കുഴച്ച് ഒരുപാട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരുപാട് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലൊന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിലേക്കിനി ചെറു ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മാവിൻ്റെ ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതേപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ മൊത്തം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ അത്യാവശ്യം നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു മാവാണ് വേണ്ടത്. ഇതിനി ഒന്ന് ഡബിൾ സൈസിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടുള്ള സമയമാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡബിൾ സൈസിലായി കിട്ടും. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെ ഒരു 10 ഇഞ്ച് നീളത്തിലുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തൊന്ന് ഓയിൽ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാവ് വെച്ച് കൊടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അവിടേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സോസേജും കുറച്ച് ഒലിവ്സും ചീസും ഒക്കെയാണ് എടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ആക്കിയിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. സോസേജ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനൊന്ന് അങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചീസിൻ്റെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസൊക്കെ വെച്ച് കൊടുക്കാം. മൊത്തത്തിൽ ചീസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈസ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഇതൊന്ന് നന്നായിട്ട് ഈ സ്റ്റവ് ഒക്കെ ആക്റ്റീവായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവൻ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഈ ഒരു സ്നാക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ്, കുറച്ച് എരിവൊക്കെയുള്ള. പിന്നെ നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങൊക്കെ ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ഫ്രൈ ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇതൊരുപാട് മാവ് അയച്ച് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നല്ല പഞ്ഞി പോലുള്ള ബ്രെഡ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്